ഞങ്ങൾ ഇറങ്ങാണ് കേട്ടാ. ശരി ചേച്ചി, അടുത്ത തവണ ഇവിടെ തന്നെ ഷോപ്പിങ്ങിന് വരണം ട്ടാ. ഓണത്തിന് ഒന്നെടുത്താ ഒന്ന് ഫ്രീ ഓഫർ വരുന്നുണ്ട്. അശ്വ, അപ്പൊ ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു നല്ലേ കേട്ടാ. പൂരത്തിന്റെ തിരക്കായിരിക്കും. അത് മാത്രല്ല, ഈ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയണതേ രണ്ടിനും കൂടെ ഒന്നിന്റെ വില ഇട്ടിട്ടാണ്. നിനക്ക് എന്തറിയാം? അല്ലെങ്കിൽ ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനേ പഴയ സ്റ്റോക്കും ആകാം. സാറിന്റെ അടുത്ത് ആര് പറഞ്ഞു? മുമ്പ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നാ? ടെക്സ്റ്റൈൽസ് അല്ലെങ്കിലും ഇവിടെ തന്നെ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണെന്ന് മാത്രം. അല്ലരി കേട്ടാ, അശ്വിനെ കാണില്ലാലോ. എവിടെ പോയി? ബാത്റൂമിൽ കാണുന്നു തോന്നുന്നു. എന്താ ചേച്ചി? അശ്വിൻ ചേട്ടൻ മുങ്ങി എങ്ങടേക്ക്? സ്നേഹേച്ചിയുടെ അടുത്തേക്ക്. അതെന്താണ്, കുറച്ച് നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കണു. രണ്ട് കുട്ടിത്തേവാങ്കൾക്ക് എന്തോ കള്ളത്തരം കയ്യിലുണ്ടല്ലോ. സത്യം പറയ്, എന്താണ്? കുട്ടിയോള് സത്യം പറയോ ആവോ? കല്ലുവേ, നീ ആ കുട്ടി നോക്കി നിൽക്കണു. പെട്ടെന്ന് അതിനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങ. നമുക്കേ ഇന്ന് തന്നെ വീട് പറ്റാനുള്ളതാണ്, മറക്കരുത്. ഓ, അത് ഞാൻ മറന്നുട്ടാ. അപ്പൊ കുട്ടിയെ, ഞങ്ങൾ ഇറങ്ങാണ് കേട്ടാ. അടുത്ത ഷോപ്പിങ്ങിന് കാണാം. പെട്ടെന്ന് വരണേ ചേച്ചി. ദേ ചുരിദാറുകളുടെ ഒക്കെ നല്ല സ്റ്റോക്ക് വരും ഓണത്തിന്. ഓക്കെ ഓക്കെ, വരാട്ടാ. എന്നാ ശരി ചേച്ചി, ഞാനും ചെല്ലട്ടെ. വേറെ കസ്റ്റമേഴ്സ് ചിലപ്പോ വന്ന് കാണും. ആ കുട്ടിക്ക് നല്ല ബിസിനസ് സ്നാക്ക് ഉണ്ട്. ഓണത്തിന് വേണ്ടി ചുരിദാർ പറഞ്ഞ് മോഹിപ്പിച്ച ശ്രദ്ധിച്ചോ? അച്ഛൻ വൈകാണ്ട് ബിസിനസ് തന്ത്രങ്ങളൊക്കെ അമ്മയെ പഠിപ്പിച്ച് ബിസിനസ്സുകാരിയാക്കണ എല്ലാ ലക്ഷണം ഉണ്ട് കേട്ടാ. ഒന്ന് പോയേ മഞ്ജു. അപ്പൊ എനിക്ക് എന്തുട്ടാ പണി? അച്ഛനോ? അച്ഛന് ഭർത്താവുദ്യോഗം. കൊള്ളാലോടി നീ. മൊട്ടേന്ന് വിരിയണേന് മുമ്പ് എന്തുട്ടൊക്കെ അച്ഛനോട് പറയണേ? അല്ലരി കേട്ടാ, ഇത്രയ്ക്ക് നേരായിട്ട് അശ്വിനെ കാണില്ലാലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ ഇവിടെ അവൻ പോയി കിടക്കണേന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. പണ്ടാരെ ഇതിനകത്ത് റേഞ്ചും കിട്ടണില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറങ്ങാം. ഷോപ്പിന്റെ വെളിയിൽ റേഞ്ച് കിട്ടും. അവനെ അങ്ങടേക്ക് വിളിച്ച് വരുത്താം. പറയണ പോലെ അവൻ പോയിട്ട് കുറച്ചു നേരം ആയില്ലോ. ഇനി സ്നേഹയോട് മുങ്ങിക്കാണുവോ ആർക്കറിയാം. നടക്കു കുട്ടിയോളെ, നമുക്ക് താഴെ പോവാം. അശ്വിൻ എത്തിയില്ലേ? എത്ര നേരായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണു. വായോ പോവാം. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടാ. മാമി എന്നെ പാർട്ടിക്ക് വിടണില്ല. വിടണില്ലേ? പിന്നെ പോവാൻ പറ്റില്ല, അത്ര തന്നെ. എനിക്കിപ്പളാ സമാധാനായേ. അയലക്കാരിയുടെ പാർട്ടിക്ക് പോണത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാ വാ, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാം. പോത്തെ വിടണില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ അർത്ഥം? ഈ ഈവനിങ് അവരുടെ സ്പെൻഡ് ചെയ്യണം. ഓ, ഞാൻ വിചാരിച്ചു തിരിച്ചു ഹോസ്റ്റലിൽ പോവാൻ പറഞ്ഞു. അല്ല, അപ്പൊ ഞാനിവിടെ തനിച്ചാവൂലോ? തനിച്ചെന്തിനാ നിക്കണേ? തിരിച്ചു വീട്ടിൽ പൊക്കൂടെ? അശ്വിൻ എന്തി പറയണേ? എന്നെ കൊണ്ടുവന്ന് വിട്ടേന്നാല്. അതപ്പൊ നന്നായേ. എങ്ങനെയെങ്കിലും ഇതൊന്നും വന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാൻ നോക്കാണ് ഞാൻ. ഇത് ശരിയല്ലാട്ടോ. നടക്കാൻ പോണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞാലേ അച്ഛങ്ങടെ ഇറങ്ങും. ആ പാർക്കിൽ പോയി നോക്കിയാലേ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതിട്ടാ. അതിന് നിനക്കൊരു ഓട്ടോ പിടിച്ച് പോയിക്കൂടെ? പൈസ ഞാൻ തരാം. പ്ലീസ് അശ്വിൻ, എന്നെ കൊണ്ടുവന്നൊന്ന് വിടൂന്നേ. ഇതേ പെണ്ണെ, കൊഞ്ചാൻ നിക്കാണ്ട് പൈസ വാങ്ങിച്ചു പോവാൻ നോക്ക്. ശരി എന്നാല്. കൊള്ളാലോ. നമുക്ക് ഈ കഫേയിൽ കേറിയാ മതിട്ടാ. ചായ കുടിക്കാത്തോണ്ട് എന്താ തലവേദന? ശീലായന്റെ കുഴപ്പാണേ. ട്രെയിനിൽ എത്ര ചായ വിളിച്ചോണ്ട് പോയ അന്നേരം നിനക്ക് കുടിക്കാൻ പാടില്ലായിരുന്നോ? എനിക്ക് പാൽപ്പൊടിയുടെ ചായ പിടിക്കില്ല. ഇവിടെ ചിക്കൻ സാൻഡ്വിച്ച് കിട്ടുമോ? കിട്ടും ട്ടാ. പിന്നെ മാമി, ഇവിടുത്തെ കോഫി സൂപ്പറാണ്. തലവേദനയല്ലേ ഉള്ളേ, നല്ല കോഫി കുടിച്ചാൽ അപ്പം മാറും. എനിക്ക് ചായക്കാളും ഇഷ്ടം കോഫിയാണ്. എന്നാ എനിക്കും കപ്പുച്ചീനോ മതി അച്ഛാ. ഹലോ, പാക്കറ്റ് ചുമന്നോണ്ട് നിൽക്കണ ഞാനാണ്. ഇവിടെ നിന്ന് വാചകടിക്കാതെ എല്ലാരും കൂടെ അകത്തോട്ട് കേറിയേ. അവിടെ ഇരുന്നിട്ട് വിസ്തരിച്ച് കുടിക്കണേനെ പറ്റിയും കഴിക്കണേനെ പറ്റിയും ഒക്കെ പറയാം. വായോ. അപ്പോ ഈ എപ്പിസോഡിൽ സ്നേഹയെ രക്ഷപ്പെടുത്തിയ കണ്ടില്ലേ? ആ സന്തോഷത്തിൽ നിങ്ങളും വായോ, ഒരുമിച്ച് കോഫി കുടിക്കാം. ഇത്തവണ എനിക്ക് പേര് വിളിക്കണം. ഹായ് ഡോറക്കുട്ടി, സുഖല്ലേ? കുഞ്ഞിക്കാട്ടൂന് ഇഷ്ടാവണുണ്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. എന്നാ ഇപ്രാവശ്യം ലൈക്ക് ആൻഡ് ഷെയർ സായിപ്പ് ചേട്ടൻ പറ. Okay, like, share and subscribe.